ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, നിനക്ക് ഈശോയുടെ നാമത്തിൽ നല്ലൊരു ദിവസം നേരുക. ഈശോയാണ് നിൻ്റെ ജീവിതത്തെ നയിക്കുന്നത്. ഈശോയാണ് നിൻ്റെ ജീവിതത്തെ ബലപ്പെടുത്തുന്നത്. നീ ഒന്നേ ചെയ്യേണ്ടതുള്ളൂ, ഈ കർത്താവിൽ പരിപൂർണമായിട്ട് ആശ്രയിക്കാം. നിൻ്റെ എല്ലാ പ്രതീക്ഷയും ഈശോയിൽ വയ്ക്കുക. അങ്ങനെ വയ്ക്കുന്ന വ്യക്തികൾക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒരു ടെൻഷൻ ഉണ്ടാകത്തില്ല, ആദ്യം ഉണ്ടാകത്തില്ല. ഈശോ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 27-ാം തിരുവചനം. ഉത്കണ്ഠ മൂലം ആയുസ്സിൻ്റെ ദൈർഘ്യം 1 മുഴമെങ്കിലും കൂട്ടാൻ നിങ്ങൾ ആർക്കെങ്കിലും സാധിക്കുമോ? നീ ആദ്യം എടുക്കുന്നതുകൊണ്ട്, നീ ഉത്കണ്ഠ എടുക്കുന്നതുകൊണ്ട് നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയണം. അതുകൊണ്ട് നിൻ്റെ ജീവിതത്തിന് ദൈർഘ്യം കൂട്ടിയെടുക്കാൻ നിനക്ക് പറ്റില്ല. ഉത്കണ്ഠ നിനക്ക് ഒരു ഗുണവും ചെയ്യത്തില്ല എന്ന് കർത്താവ് ക്ലിയറായിട്ട് പറയാം. അങ്ങനെയാണെങ്കിൽ പ്രിയ സഹോദര സഹോദരി, എന്തിനാ ടെൻഷൻ? എന്തിനാ ഈ ആദി? എന്തിനാ ഈ വെപ്രാളം? ഇതെല്ലാം സൂചിപ്പിക്കുക, ഈ കർത്താവിൽ നീ പൂർണ്ണമായിട്ട് വിട്ടുകൊടുക്കുന്നില്ല എന്നല്ലേ, പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നില്ല എന്നല്ലേ. നീയല്ലേ നിൻ്റെ ജീവിതത്തെ തിരിഞ്ഞു നോക്കേണ്ടത്. ക്രിസ്തുവിൽ എല്ലാം കേന്ദ്രീകരിക്കാൻ നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കണ്ണുകളടച്ച് ഒരു നിമിഷം കരങ്ങൾ കൂപ്പാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ മധ്യമുള്ളതിൻ്റെ നിറ സാന്നിധ്യത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ഈശോയെ, നിന്നിൽ പരിപൂർണമായിട്ട് ആശ്രയിക്കുവാൻ, എല്ലാം നിനക്ക് സമർപ്പിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ അനുഗ്രഹിക്കണം. സർവ്വ നന്മകൾ കൊണ്ട് നിറയ്ക്കണം, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങേ പോലൊരു ദൈവമില്ല. ഉന്നതൻ നീ, അത്യുന്നതൻ നീ, അങ്ങേ പോലൊരു ദൈവമില്ല. അത്ഭുതവാ, അതിശയവാ, നീ മാത്രമേ ദൈവമേ.